ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. ഇന്ന് IPL ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മത്സരങ്ങളിൽ ഒന്നാണ് അരങ്ങേറുന്നത്. കരുത്തരായ മുംബൈ ഇന്ത്യൻസും RCBയും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 മുംബൈ ഇന്ത്യൻസിന്റെ മൈതാനമായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഒരു മികച്ച തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് 4 മത്സരങ്ങൾ കളിച്ചപ്പോൾ 3ലും അവർ പരാജയപ്പെടുകയായിരുന്നു. അതേസമയം RCBയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 3 മത്സരങ്ങളിൽ കളിച്ചു 2 വിജയങ്ങൾ നേടാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യം, അവരുടെ സൂപ്പർ താരമായ ജസ്പ്രീത് ബുംറ കഴിഞ്ഞ ദിവസം അവരുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. RCBക്കെതിരെയുള്ള മത്സരത്തിന് അദ്ദേഹം ലഭ്യമായിരിക്കും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ എന്നത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. ടൈംസ് ഓഫ് ഇന്ത്യ പുതിയ ഒരു പോസിബിൾ ലൈനപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. ഈ ഒരു ടീം പ്രഡിക്ഷനിൽ ജസ്പ്രീത് ബുംറയ്ക്ക് ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ cricket.com ഒരു 11 പ്രസിദ്ധീകരിച്ചിരുന്നു, അതിലും ഇടം നേടാൻ ബുംറയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് ബുംറ ഇന്ന് കളിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു പോസിബിൾ 11 ഇങ്ങനെയാണ് വരുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റയാൻ റിക്കൾട്ടൺ, വിൽ ജാക്സ്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, നമാൻദീർ, മിച്ചൽ സാന്റ്നർ, ദീപക് ചഹർ, ട്രെൻ ബോൾട്ട്, അശ്വിനി കുമാർ, വിഘ്നേഷ് പുത്തൂർ. ഇനി RCBയുടെ ഒരു സാധ്യത 11ലേക്ക് വരുമ്പോൾ ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി, ദേവ്ദത്ത് പടിക്കൽ, രജിത് പട്ടിദാർ, ലിയാം ലിവിങ്സ്റ്റൺ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹെയ്സൽവുഡ്, യശ് ദയാൽ. ഇങ്ങനെയാണ് ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. 2 ടീമുകളിലും കാര്യമായ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോൾ ബുംറ കളിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും മുംബൈ ഇന്ത്യൻസിന് വളരെയധികം ബൂസ്റ്റ് നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.